കീം 2025 എഞ്ചിനീയറിംഗിലോട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റും ആർക്കിടെക്ചറിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കീമിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ce.kerala.gov.in എന്ന വെബ്സൈറ്റ് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഏത് കോളേജാണ് ഏത് കോഴ്സാണ് കിട്ടിയതെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ ചെക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ പ്രാവശ്യം നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോയും ഡാറ്റാ ഷീറ്റും ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്. സോ കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ അലോട്ട്മെൻറ്റിൽ വേണ്ടല്ലോ എന്നല്ല. ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏത് കോളേജാണോ അതാണ് ആ അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, സോ അലോട്ട്മെൻറ്റ് മെമ്മോയും ഡാറ്റാ ഷീറ്റും അതുപോലെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും എടുത്തിട്ട് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. പിന്നെ ഫീസ് അടയ്ക്കണം. സോ അലോട്ട്മെൻറ്റ് കിട്ടിയ പ്രകാരം നിങ്ങൾക്ക് ഏത് ഫീസാണെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട അലോട്ട്മെൻറ്റ് മെമ്മോയിൽ എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ ഓൺലൈൻ വഴി 31 ജൂലൈ തൊട്ടിട്ട് ഓഗസ്റ്റ് 4 വരെ ഉച്ച വരെ ഉച്ചയ്ക്ക് 2 മണി വരെ നിങ്ങൾക്ക് ഫീസ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് വഴി അടയ്ക്കാനുള്ള അവസരമുണ്ട്. സോ ഓൺലൈനായിട്ട് അടയ്ക്കണമായിരിക്കും കൂടുതലും നല്ലത്. അക്ഷയയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ അടയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. ആൻഡ് ഇത് കറക്റ്റ് സമയത്തിനുള്ളിൽ, അതുപോലെ തന്നെ 4/8/2025 വൈകുന്നേരം 3 മണിക്കുള്ളിൽ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. സോ നിങ്ങൾ കറക്റ്റ് സമയത്ത് കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ സീറ്റ് പോയി പോകും. ഓക്കെ, അതുപോലെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കും ഇന്ന് തന്നെയാണ് പ്രവേശനം. എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ 1-ാം ഘട്ടത്തിൽ ലഭിച്ച അലോട്ട്മെൻറ്റിൽ നിന്നും വ്യത്യസ്തമായ അലോട്ട്മെൻറ്റ് 2-ാം ഘട്ടത്തിൽ ലഭിച്ചവർ അധിക തുക പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ പേരിൽ അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ മുകളിൽ പറഞ്ഞ പ്രകാരം നിശ്ചിത തീയതിക്കുള്ളിൽ അടയ്ക്കേണ്ടതും സമയത്തിനുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. സോ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിനെക്കാട്ടിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫീസ് കൂടുതലാണെങ്കിൽ എത്രയാണോ എക്സ്ട്രാ അടയ്ക്കേണ്ടത് അത് ഓൺലൈനായിട്ട് അടയ്ക്കുകയും വേണം, പിന്നെ കോളേജിൽ ജോയിൻ ചെയ്യുകയും വേണം. ഓക്കെ, പിന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസ് അല്ലെങ്കിൽ അധിക തുക അടയ്ക്കാത്ത വിദ്യാർത്ഥികളും പിന്നെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ ഹാജരാകാത്തവരും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെയും അലോട്ട്മെൻറ്റ് ബന്ധപ്പെട്ട സ്കീമിൽ ഹയർ ഓപ്ഷനുകൾ റദ്ദാക്കുന്നതാണ്. സോ നിങ്ങൾ കറക്റ്റ് സമയത്ത് ചേർന്നിട്ടില്ലെങ്കിൽ ഹയർ ഓപ്ഷൻ റദ്ദാക്കും. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടല്ലോ ഞാൻ ഫസ്റ്റത്തെ ഫീസ് അടച്ചു പിന്നത്തെ ചെയ്തില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ പ്രവേശനത്തിൻ്റെ കുറേ ടൈം ഷെഡ്യൂള് പറഞ്ഞിട്ടുണ്ട്. സോ 31 ജൂലൈ തൊട്ടിട്ട് ഓഗസ്റ്റ് 4 വരെയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ട ടൈം. സോ അതിൻ്റെ കറക്റ്റ് ടൈം ഷെഡ്യൂള് തന്നിട്ടുണ്ട്. സോ എന്തെങ്കിലും കാരണം നിങ്ങൾ അതിൽ ആ സമയത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ, അതായത് നിങ്ങളുടെ ഓരോരോ കോഴ്സുകൾക്ക് ഓരോരോ ടൈമുണ്ട്, ആ ടൈമിൽ നിങ്ങൾക്ക് എത്താൻ കറക്റ്റായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഓഗസ്റ്റ് 4 മുന്നേ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങൾ പോയിട്ട് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് എന്തായാലും പോകും. അതായത് 31 ജൂലൈ തൊട്ടിട്ട് ഓഗസ്റ്റ് 4 വരെ ഏതെങ്കിലും ദിവസം എന്തെങ്കിലും പോയിട്ട് ജോയിൻ ചെയ്യണം. ഇപ്പോൾ ഇന്ന് കമ്പ്യൂട്ടർ സയൻസിൻ്റെതാണ്, അപ്പോൾ 8:30-ക്കൊക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ ഓഗസ്റ്റ് 4 മുന്നേ ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും ജോയിൻ ചെയ്യേണ്ടതാണ്. പിന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്. തേർഡ് അലോട്ട്മെൻറ്റ് അതിൻ്റെ പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. സോ അതും നിങ്ങളുടെ വെബ്സൈറ്റിൽ പറയും ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിയുമ്പം, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കോളേജ് ജോയിനിങ് ഒക്കെ കഴിയുമ്പം. പിന്നെ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള അടുത്ത ഘട്ടവുമായി ബന്ധപ്പെട്ട വിശദ വിജ്ഞാനം പിന്നീട് പ്രസിദ്ധീകരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും കീമിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ce.kerala.gov.in എന്ന വെബ്സൈറ്റ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്രാവശ്യം എന്തായാലും കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.